കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, നമുക്ക് അദ്ദേഹത്തിനെ RV ആർലേക്കർ എന്ന് പറയാം. ശ്രീ RV ആർലേക്കർ ചുമതലയേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് യാതൊരുവിധ പോരിനുമില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾക്കില്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല വേണ്ടത്, ഒരുമിപ്പാണ് വേണ്ടത് എന്നെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചുമതലയേറ്റ് രാജ്ഭവനിലേക്ക് ചെന്നപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മനോജ് എബ്രഹാം അദ്ദേഹത്തിൻ്റെ, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സുരക്ഷാ സേനയിലുണ്ടായിരുന്ന കുറേ ആളുകളെ, അതായത് അവിടുത്തെ പോലീസ് ഫോഴ്സിൽ നിന്ന് ഉള്ള ആളുകളെ, അത് അദ്ദേഹമായിട്ട് വളരെ വിധേയത്വം ഉണ്ടായിരുന്ന ആളുകളാണെന്നുള്ള ഒരു കണക്കൂട്ടലിൽ അതിൽ കുറേ പേരെ അങ്ങ് മാറ്റിയിട്ട് ആഭ്യന്തര വകുപ്പിനും ഗവൺമെൻറ്റിനും പ്രിയപ്പെട്ട കുറച്ച് പേരെ നേരെ ഈ രാജ്ഭവനിലേക്ക് തിരികെ കയറ്റി. അപ്പോൾ ഇത് കുറേ പേരെ ഇതുപോലെ മാറ്റി അതിന് പകരമുള്ള ആളുകളെ അവിടെ തിരികെ കയറ്റി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗവർണർ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവിടുത്തെ ഇത് ഓതി കൊടുക്കാൻ ബാക്കി ആൾ കാണുമല്ലോ. അവിടെ ഏതായാലും രാജ്ഭവൻ്റെ സ്റ്റാഫൊക്കെ അവർ പറഞ്ഞു കൊടുക്കും, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇത് ഇന്നാരൊക്കെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു, അവരെയൊക്കെ മാറ്റിയിട്ട് വേറെ ആളുകളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ശ്രീ RV ആർലേക്കർ ഗവൺമെൻറ്റുമായി പോരിനൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും നേരെ മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ആളുകളെ തിരിച്ചിതിലേക്ക് കൊണ്ടുവന്നേക്കണം, പുതിയ ഒരുത്തനെ ഇവിടെ വേണ്ട, പഴയ ആളുകൾ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം തന്നെ വേറെ മാർഗമൊന്നുമില്ല, ഇത് പുറത്തറിഞ്ഞ് നാണക്കേടുണ്ടാവേണ്ട എന്ന് വിചാരിച്ചായിരിക്കാം. ഏതായാലും പെട്ടെന്ന് തന്നെ മനോജ് എബ്രഹാം ഇവരെയൊക്കെ തിരിച്ച് അതേപോലെ രാജ്ഭവനിലേക്ക് വിട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗുസ്തിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഗുസ്തി കൂടും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പോലീസുകാരെ അങ്ങോട്ട് മാറ്റിയപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരാവശ്യമില്ല. കാരണം അവിടെ രാജ്ഭവനിലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന അവരെ തന്നെ അവിടെ റീറ്റെയിൻ ചെയ്യാം, എന്നിട്ട് ഗവർണറുടെ ചോദിക്കാമായിരുന്നു, അങ്ങേക്ക് വേറെ ആരെങ്കിലും മാറ്റണോ, ഇതിലാരെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നതിന് പകരം സ്വന്തം ഇഷ്ടപ്രകാരം ഇതിലെ കുറേ പേരെ, അതായത് ഈ ഗവർണറോട് കൂറ് കാണിച്ചിരുന്ന കുറേ പേരെ അങ്ങെടുത്ത് മാറ്റിയിട്ട് പുതിയ ആളുകളെ, ആഭ്യന്തര വകുപ്പിന് കൂറും ഗവൺമെൻറ്റിനോടും കൂറുള്ള കുറേ പേരെ ഇങ്ങനെ തിരികെ കയറ്റി. ഏതായാലും ഒരു തമാശയായിപ്പോയി ഇത് കേട്ടോ. ഇത് ഇപ്പോൾ ശ്രീ RV ആർലേക്കർ അദ്ദേഹം പറഞ്ഞതിന് വലിയ വിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നും അല്ല അദ്ദേഹം ചെയ്തത്. കാരണം രാജ്ഭവനിലുണ്ടായിരുന്ന സർവീസിലുണ്ടായിരുന്ന ആളുകൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം അദ്ദേഹത്തോട് വിധേയത്വം ഉണ്ടായിരുന്ന ആളുകളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിലിടപെട്ടു, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലാക്കണം, ഈ നല്ലപ്പോഴേ ഈ കല്ലുകടി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഗവർണറുടെ ചോദിച്ചിട്ട് അങ്ങേക്ക് ആരെങ്കിലും ഇത് മാറ്റിയെടുക്കണോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാമായിരുന്നു. അതിന് പകരം സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് ഉള്ള കുഴപ്പക്കാരായിട്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിലുള്ള ആളുകളെ അങ്ങ് മാറ്റി. അങ്ങനെ മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നോ? വല്ല കാര്യമുണ്ടോ ഇത് ചെയ്യുമ്പോൾ? ഈ രീതിയിലുള്ള പോക്ക് പോയി കഴിഞ്ഞാൽ ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നല്ലോ, നടപടികൾ, അത് തന്നെ തുടരാനാണ് സാധ്യത. ചിലപ്പോൾ അതിലും അല്പം കൂടെ കടുക്കാനും സാധ്യതയുണ്ട്. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വന്നു. ഇത് ചെയ്യിപ്പിച്ചത് ഗവൺമെൻറ് തന്നെയാണ്. വല്ല കാര്യമുണ്ടോ? ഇതുപോലുള്ള ഒരു നല്ലപ്പോഴേ ഒരു കല്ലടി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞതാണ് മര്യാദയ്ക്ക് ഞാൻ ഒരു വഴക്കിനുമില്ല, വയ്യാവേരിക്കുമില്ല, ഗവൺമെൻറ്റുമായിട്ട് പോരിനില്ല, ഒരു യുദ്ധത്തിനുമില്ല എന്നുള്ള പ്രഖ്യാപനം, ഗുസ്തിക്കില്ല എന്നൊരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ചൊറിയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ചൊറിഞ്ഞ്, അതായത് വടി കൊടുത്ത് അടി വാങ്ങിച്ചല്ലേ ഈ ചെയ്തേക്കുന്നത്, വല്ല കാര്യമുള്ളതാണോ? ഇനി ഈ കണ്ണോടുകൂടി ആ ഗവർണറെല്ലാം കാണാൻ പോന്നേ. ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് തന്നെ ഇപ്പം സംശയമായി. ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഊഹം ഇപ്പം കിട്ടി. അപ്പം അങ്ങനെ വരുന്നുടനെ അത് ഒരു പോരിനുള്ള ലക്ഷണം തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇനി അതിനു വേണ്ടിയുള്ള ഒരു ഇടപാടാണ്, ഒരു ചവിട്ടുപടിയാണ് ഇത്, ഏണി ചാരി കൊടുത്തതാണ്, വല്ല കാര്യമുള്ളതാണോ? ആവശ്യമില്ലാത്ത ഒരു നടപടിയായിപ്പോയി.